ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി മാത്തമാറ്റിക്സ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ് അതിൻ്റെ രണ്ട് എക്സാമ്പിൾസ് നമ്മൾ നോക്കി അല്ലേ. ദാറ്റ് ഈസ് വണ്ണിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ നോക്കി, അതുപോലെ തന്നെ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നോക്കി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് എക്സാമ്പിൾസ്, ബേസിക് ആയിട്ടുള്ള ഒരുപാട് ഫംഗ്ഷൻസിൻ്റെ എഫ് ഓഫ് ടി എന്ന ഫംഗ്ഷൻസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഡെറിവേറ്റിന്റെ റിസൾട്ട് പഠിക്കുന്നുണ്ട്. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ, കോസ് എക്സിന്റെ, സൈൻ എക്സിന്റെ, അതേപോലെ ഇന്റഗ്രലിന്റെ റിസൾട്ട് പഠിക്കുന്നുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ. അതേപോലെ നമുക്ക് ഇവിടെ ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ എല്ലാം ലാപ്ലാസ് ട്രാൻസ്ഫോം റിസൾട്ട് നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റണം, കാണാതെ അറിയണം, എന്നാലേ അതിന്റെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് 2-3 ക്ലാസ് നമ്മൾ മെയിൻ ഫോക്കസ് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇവാലുവേറ്റ് ചെയ്യുക, അത് കാണാതെ പഠിക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് എയിം. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട് എന്താണ് ഏത് ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അത് ജസ്റ്റ് എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. നെക്സ്റ്റ് ടിയുടെ വണ്ണിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു അല്ലേ. വണ്ണിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s ആണ് നമുക്കിട്ട്. അതുപോലെ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s² ആണ്. അങ്ങനെയാണെങ്കിൽ ടി സ്ക്വയറിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഞാൻ ഇവിടെ കംപ്ലീറ്റ് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാൽ നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ടി ആണ് അല്ലേ, സോറി, എഫ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷന്. എന്താണ് ഫസ്റ്റ് ഫംഗ്ഷന്റെ ഒരു എഫ് ഓഫ് ടി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താണ്? എഫ് ഓഫ് എസ് പറയുന്നത്, ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി നെക്സ്റ്റ് ഇ പവർ മൈനസ് എസ് ടി അല്ലെങ്കിൽ ടി സ്ക്വയർ ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി നെക്സ്റ്റ് ഡി ടി ആണ്. ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ. ടി സ്ക്വയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടി സ്ക്വയർ ഇൻറ്റു ഇ പവർ മൈനസ് എസ് ടി, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഇന്റഗ്രേറ്റ് എന്നുള്ളത്. ദർഫ് ഞാൻ ഇവിടെ എഴുതാം, ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി ടി സ്ക്വയർ ഇ പവർ മൈനസ് എസ് ടി ഡി ടി ദറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ബ്രാക്കറ്റിൽ ടി സ്ക്വയർ എഴുതി, സെക്കൻഡ് ബ്രാക്കറ്റിൽ ഇ റേസ് ടു മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ, അപ്പോൾ ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ്, നെക്സ്റ്റ് മൈനസ് എഴുതും, എന്നിട്ട് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും അല്ലേ. ഈ ബ്രാക്കറ്റിൽ ഫസ്റ്റ് ബ്രാക്കറ്റിൽ എന്താ എഴുതുക? ദാറ്റ് ഈസ് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2t എന്ന് വരും. അടുത്ത ബ്രാക്കറ്റിലോ ദാറ്റ് ഈസ് ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് ഇൻറ്റു മൈനസ് എസ് അല്ലേ. ആൾറെഡി ഒരു മൈനസ് എസ് ഉണ്ട്. വീണ്ടും ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന എന്താണോ ഇതിന്റെ ഇന്റഗ്രലാണ്. അപ്പൊ എന്ത് വരും? ആൾറെഡി ഒരു മൈനസ് എസ് ഉണ്ട്, ഇ പവർ മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ്, ദാറ്റ് ഈസ് മൈനസ് എസ് ഇൻറ്റു മൈനസ് എസ് എന്തായിരിക്കും? എസ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ, ലൈവ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. നെക്സ്റ്റ് ദർഫോർ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എസ് സ്ക്വയർ എന്ന് കിട്ടും, എസ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി അടുത്തത് പ്ലസ് വീണ്ടും 2tയുടെ ഇന്റഗ്രൽ. എന്താണ് 2tയുടെ ഇന്റഗ്രൽ? ദാറ്റ് ഈസ് 2 ആണ്. വീണ്ടും നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ എന്താണ് ഇതിന്റെ തൊട്ട് മുന്നേ എന്താണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്? അതിന്റെ വീണ്ടും ഇന്റഗ്രൽ. അപ്പൊ എന്തായിരിക്കും? ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ ആൾറെഡി ഒരു എസ് സ്ക്വയർ ഉണ്ട്, വീണ്ടും മൈനസ് എസ് കൂടി വരും. അപ്പോൾ ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് ക്യൂബ്. ഇനി അടുത്ത ബ്രാക്കറ്റിലോ 0 വരും അല്ലേ, കാരണം 2യുടെ ഡെറിവേറ്റീവ് 0 ആണ്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 നമുക്ക് അറിയുന്നതാ. ദെയർഫോർ നമ്മൾ എന്ത് ചെയ്യും? ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഞാൻ ഒന്നുകൂടി ഇതിനെ റീ അറേഞ്ച് ചെയ്ത് ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ചുരുക്കിയിട്ട് മൈനസ് ഉണ്ടെങ്കിൽ ഒന്ന് ഇൻറ്റു ചെയ്ത് ഒന്ന് വൃത്തിയിൽ എഴുതാൻ പോവാണ്. ദെയർഫോർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ടി സ്ക്വയർ ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ മൈനസ് എസ്. ക്ലിയർ ആണല്ലോ? മൈനസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി അടുത്തത് ഇവിടെ 2t മൈനസ് 2t ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ എസ് സ്ക്വയർ. ഇനി അടുത്തതോ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, നെക്സ്റ്റ് ഇവിടെ ഒരു പോസിറ്റീവ് ഉണ്ട്. ഇൻറ്റു ചെയ്യണം, ഇൻറ്റു ചെയ്തിട്ടേ നമ്മൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്. ദെയർഫോർ നമുക്ക് എന്ത് എഴുതാം? മൈനസ് 2 ഡിവൈഡ് ബൈ എസ് ക്യൂബ് ഇ പവർ മൈനസ് എസ് ടി, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും 0 to ഇൻഫിനിറ്റി. ഇനി നിങ്ങൾ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്തായിരിക്കും അപ്പർ ലിമിറ്റ്. ഇവിടെ എല്ലാ ടേമിലും ടി എവിടെ കൊണ്ട് അവിടേക്കാണ് നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ടി കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ടിക്ക് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ടി ഇൻഫിനിറ്റി സ്ക്വയർ വരും. പക്ഷെ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ഇ പവർ മൈനസ് ഇൻഫിനിറ്റി എങ്ങോട്ടാ പോവാ? സീറോക്ക് പോകും. അപ്പൊ ഇവിടെ എല്ലാ ടേമിലും ഇ പവർ മൈനസ് എസ് ടി ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാ ടേമും സീറോക്ക് പോകും. കാരണം ഇവിടെ എന്തുണ്ട്? ഇ പവർ മൈനസ് എസ് ടി ഉണ്ട്, ഇവിടെയും ഇ പവർ മൈനസ് എസ് ടി ഉണ്ട്, ഇവിടെയും ഇ പവർ മൈനസ് എസ് ടി ഉണ്ട്. എല്ലാ ടേമിലും എന്തുണ്ട്? ഇ പവർ മൈനസ് എസ് ടി ഉണ്ടായതുകൊണ്ട് അപ്പർ ലിമിറ്റ് നമ്മൾ നോക്കുമ്പോൾ എന്ത് വരും? സീറോ മൈനസ് സീറോ മൈനസ് സീറോ ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ? ശരിയല്ലേ? എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഇനി അടുത്തത് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ടീക്കാണ് വീണ്ടും നമ്മൾ കൊടുക്കുന്നത്. ടിക്ക് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ പവർ സീറോ, ഇവിടെ ഒന്നും പ്രശ്നമല്ല, ഇവിടെയൊക്കെ സീറോ കൊടുത്ത് 1 വരും. പക്ഷേ ഇവിടെ ഇതിന്റെ കൂടെ ടി സ്ക്വയർ ഇൻറ്റു ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൂടെ ടി ഇൻറ്റു ചെയ്യുന്നുണ്ട്. ദർഫോർ സീറോ കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 ടേം വീണ്ടും സീറോക്ക് പോകും. ഇവിടെ ടി ഇല്ലാത്തത് കൊണ്ട് ഈ പവർ ഇവിടെ മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ എന്ത് വരും? ഇത് ഇ പവർ സീറോ ദാറ്റ് ഈസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 2/s വരും അല്ലേ? ദർഫോർ എന്തായിരിക്കും നമ്മുടെ അപ്പർ ലിമിറ്റ്? 0 മൈനസ് 0 മൈനസ് 2/s ക്യൂബ് അല്ലേ? 2/s ക്യൂബ് എന്ന് വരും. ദാറ്റ് ഈസ് ഇവിടെ നെഗറ്റീവ് പ്ലസ് എന്ന് എഴുതാം അല്ലേ? ദർഫോർ എന്തായിരിക്കും? ഫൈനൽ ആൻസർ 2/s ക്യൂബ് എന്നായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ടി സ്ക്വയറിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാലോ, 1ന്റെ 1/s ആണ്. നെക്സ്റ്റ് ടിയുടെ 1/s സ്ക്വയർ ആണ് കിട്ടിയുള്ളത്. നെക്സ്റ്റ് ടി സ്ക്വയർ എന്താണ് നമുക്ക് കിട്ടിയത്? 2/s ക്യൂബ് ആണ്. ഇത് നമുക്ക് കാണാതെ അറിയണം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ആൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദർഫോർ ഇവിടെ കംപ്ലീറ്റ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി ടി സ്ക്വയർ നമുക്ക് അറിഞ്ഞു. ഇനി ടി ക്യൂബിന്റെ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതേപോലെ നമുക്ക് ചെയ്യാം. എന്തായിരിക്കും ഡെഫിനിഷൻ? എഫ് ഓഫ് ടി ഈക്വൽ ടു ടി ക്യൂബ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് എഫ് ഓഫ് ടി ഈക്വൽ ടു ടി ക്യൂബ് ആണ്. അപ്പൊ എന്തായിരിക്കും? ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് എഫ് അല്ലേ? അല്ലെങ്കിൽ ലാപ്ലാസ് ഓഫ് ടി ക്യൂബ് എന്ന് എഴുതാം അല്ലേ? അതാണ് എന്ത്? നമ്മുടെ എഫ് ഓഫ് എസ്. ഓക്കെ, ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് ടി ക്യൂബ് എന്താണ്? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി നെക്സ്റ്റ് ടി ക്യൂബ് ഇ പവർ മൈനസ് എസ് ടി ഇൻറ്റു ഡി ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഏത് മെത്തേഡ്? ബ്രാക്കറ്റ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം അല്ലേ? ദാറ്റ് ഈസ് വീണ്ടും ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ടി ക്യൂബ് എന്ന് എഴുതി. അടുത്ത ബ്രാക്കറ്റിൽ ഇ പവർ മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ. അത് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യണോ? ഇതുവരെ നമ്മൾ ചെയ്തെല്ലാം ഇതിന്റെ ഇന്റഗ്രലാണ് അല്ലേ? അപ്പൊ ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ്. നെക്സ്റ്റ് ഇവിടെ മൈനസ് എഴുതും. ടി ക്യൂബിന്റെ ഡെറിവേറ്റീവ് അഥവാ എന്ത് വരും? 3t സ്ക്വയർ എന്ന് വരും. വീണ്ടും ഇ പവർ മൈനസ് എസ് ടിയുടെ അഗെയിൻ ഇന്റഗ്രൽ. എന്താണോ ഇവിടെ കിടക്കുന്ന ഇതിന്റെ ഇന്റഗ്രൽ നമ്മൾ ചെയ്യുന്നത് അല്ലേ? ദർഫോർ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ എസ് സ്ക്വയർ. കാരണം മൈനസ് എസിന്റെ മൈനസ് എസ് വരും അല്ലേ? ഇനി വീണ്ടും പ്ലസ് ദാറ്റ് ഈസ് 2t. ഇവിടെ 3t സ്ക്വയറിന്റെ അഗെയിൻ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ദാറ്റ് ഈസ് 6t എന്ന് വരും അല്ലേ? നിങ്ങൾക്ക് അറിയുന്നതാണ്. ദാറ്റ് ഈസ് നമുക്ക് കിട്ടുന്നത് 6t എന്ന് വരും. അഗെയിൻ ഇ പവർ മൈനസ് എസ് ടി ബൈ എസ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ടി. ദാറ്റ് ഈസ് ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് ക്യൂബ്. ഇനി അടുത്ത് വീണ്ടും മൈനസ് വരും അല്ലേ? പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ തൊട്ട് മുന്നേ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഗെയിൻ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 6 എന്ന് കിട്ടും. 6 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ഈ ഒരു ഫംഗ്ഷന്റെ എഗെയിൻ ഇന്റഗ്രൽ അല്ലേ? ദർഫോർ എന്ത് കിട്ടും? ദാറ്റ് ഇ പവർ മൈനസ് എസ് ടി ഡിവൈഡ് ബൈ മൈനസ് എസ് ക്യൂബ് ഇൻറ്റു എസ് മൈനസ് എസ്. ദാറ്റ് ഈസ് മൈനസ് മൈനസ് പ്ലസ് വരും. ദാറ്റ് ഈസ് എസ് റേസ് ടു 4 എന്ന് വരും അല്ലേ? ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തൊട്ട് മുന്നേ ഇതേപോലെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും? ഈ ടേം ഉണ്ടായതുകൊണ്ട് ഈ ടേം എല്ലാ ടേമിലും ഈ പവർ മൈനസ് എസ് ടി ഉള്ളത് കൊണ്ട് ഇതെല്ലാം സീറോക്ക് പോകും അല്ലേ? ഇതെല്ലാം അപ്പൊ അപ്പർ ലിമിറ്റ് എപ്പോഴും സീറോ വരുന്നത്. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എപ്പോഴും സീറോ വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അല്ലേ? അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇ പവർ മൈനസ് ഇൻഫിനിറ്റി സീറോ ആയതുകൊണ്ട് അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും അല്ലേ? നമുക്ക് 0 എന്ന് എഴുതാം. ഇതെല്ലാം 0 അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പർ ലിമിറ്റ് കംപ്ലീറ്റ് 0 ആണ്. ഇത് 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുന്നത്. ഇനി മൈനസ്. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇവിടെ 0 വരും അല്ലേ? ഇവിടെ 0 വരും. കാരണം ഇവിടെ 0 വരുന്നില്ല. പക്ഷേ നമുക്ക് ടീക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടീക്ക് ഇവിടെ കൊടുക്കുമ്പോൾ 0 വരുന്നുണ്ട്, ഇവിടെയും 0 വരുന്നുണ്ട്, ഇവിടെയും 0 വരുന്നുണ്ട്. ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇതിന് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ? ദർഫോർ എന്ത് കിട്ടും? -6. അപ്പൊ ഇതെല്ലാം 0 ആണ് അല്ലേ? അപ്പൊ 0 മൈനസ് 0 പ്ലസ് അടുത്തത് 0 മൈനസ് 6 ഡിവൈഡഡ് ബൈ എസ് റേസ് ടു 4 എന്ന് വരും അല്ലേ? ഈ പവർ 0 1 ആണ്.
Therefore ഇവിടെ ഈ മൈനസ് മൈനസ് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും 6/s⁴. ക്ലിയർ ആണല്ലോ? ചെയ്യുന്നൊക്കെ ഒരേ മെത്തേഡാണ്, ഒരേ രീതിയിൽ നമ്മളെല്ലാം ചെയ്യുന്നത് അല്ലേ? അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. 6 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് 1 × 2 × 3 അല്ലേ? അപ്പോൾ ഇതാണ് ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാലോ 1 × 2 × 3 എക്സെട്ര അപ് ടു n വരെ ഇൻഡ്യൂസ് ചെയ്യണം. അപ്പോൾ 6നെ നമുക്ക് സിമ്പിൾ ആയിട്ട് 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. Therefore നമുക്ക് എന്താ എഴുതി? 3 ഫാക്ടോറിയൽ s⁴ എന്ന് കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം അല്ലേ? 1/s ആ. ടിയുടെ നമുക്കറിയാം 1/s² ആണ്. t² നമുക്കറിയാം എന്താണ്? 2/t² എന്താണ്? 2/s³ ആ അല്ലേ? നെക്സ്റ്റ് t³ നമ്മൾ നോക്കി അല്ലേ? t³ എന്താണ്? 6 അല്ലെങ്കിൽ 3 ഫാക്ടോറിയൽ s⁴. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് t⁻n നമുക്ക് എങ്ങനെ എഴുതാം? ഒന്നെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം. എന്താണ് 1 എന്ന് പറയുന്നത്? 1 എന്ന് പറയുന്നത് t⁻0 ആണ് അല്ലേ? അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് എന്താ കിട്ടിയുള്ളത്? 1/s ആ. ഇനി ടിയുടെ എന്താണ്? ടിയുടെ t⁻1 അല്ലെ ടി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടി എന്ന് പറയുന്നത് t⁻1 ആണ്. Therefore നമ്മൾ t⁻1നെ നമുക്ക് എന്ത് കിട്ടിയുള്ളത്? 1/s². ശരിയല്ലേ? നെക്സ്റ്റ് t² നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് 2/s³ കിട്ടിയത്. നെക്സ്റ്റ് t³ എന്ത് കിട്ടി? ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ നെക്സ്റ്റ് s⁴. എന്താണ് 2 പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫാക്ടോറിയൽ അല്ലേ? 2 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 × 2. എന്താണ് 1 ഫാക്ടോറിയൽ? എന്താണ് 0 ഫാക്ടോറിയൽ? അപ്പൊ 0 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 1 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 ആണ്. 3 ഫാക്ടോറിയൽ പറഞ്ഞാൽ 6 ആണ്. അങ്ങനെയാണെങ്കിൽ t⁻n എന്തായിരിക്കും വരിക? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ t⁻4 ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ? t⁻4 എന്തായിരിക്കും? ജസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ദാറ്റ് ഈസ് ഞാൻ പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, t⁻4 e⁻−st അതിനെ 0 to ∞ വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. Therefore നമ്മൾ ബ്രാക്കറ്റ് മെത്തേഡ് വെച്ച് ചെയ്യാം അല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് t⁻4 ഫസ്റ്റ് ബ്രാക്കറ്റിൽ, സെക്കൻഡ് ബ്രാക്കറ്റിൽ e⁻−st/−s വരും. ഇനി അടുത്ത ബ്രാക്കറ്റിൽ 4t³ വരും. അടുത്ത ബ്രാക്കറ്റിൽ e⁻−st/s² വരും. അടുത്ത ബ്രാക്കറ്റിൽ എന്തായിരിക്കും? പ്ലസ് 3 × 4 അല്ലേ? ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് 12t². അടുത്ത ബ്രാക്കറ്റിൽ ഇതിന്റെ ഇന്റഗ്രൽ e⁻−st/−s³ എന്ന് വരും. വീണ്ടും നെഗറ്റീവ്. ശരിയല്ലേ? നെക്സ്റ്റ് 12t² അഥവാ 24t എന്ന് വരും. വീണ്ടും e⁻−st/ നെക്സ്റ്റ് മൈനസ് ഇവിടെ s⁴ എന്ന് വരും അല്ലേ? മൈനസ് അവിടെയുണ്ട്, വീണ്ടും മൈനസ് വരുമ്പോൾ മൈനസ് പ്ലസ്. ഇനി അടുത്ത് വീണ്ടും പ്ലസ് ആണ് അല്ലേ? പ്ലസ് നെക്സ്റ്റ് ഇവിടെ ഈ 24 മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ദാറ്റ് ഈസ് 4. നെക്സ്റ്റ് ശരിയാണ്, പ്ലസ് മൈനസ് പ്ലസ് എഗൈൻ മൈനസ് എഗൈൻ പ്ലസ്. Therefore ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 24ന്റെ 24 അല്ലേ? 24t-യുടെ 24 എഗൈൻ ഇന്റഗ്രൽ എന്ത് വരും? e⁻−st/−s⁵. അപ്പർ ലിമിറ്റ് കംപ്ലീറ്റ് ആയി അല്ലേ? അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 to ∞. തൊട്ട് മുന്നേ ചെയ്ത പോലെ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയിട്ട് പോകും അല്ലേ? അപ്പൊ അപ്പർ ലിമിറ്റ് 0 ആണ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ഒറ്റ ടേം മാത്രമേ ടി ഇല്ലാത്തുള്ളൂ. ദാറ്റ് ഈസ് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് 0 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ 0 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും, ഇവിടെ 0 വരും. ഈ ടേം മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് ഉണ്ട് അല്ലേ? ആ നെഗറ്റീവ് ഞാൻ ഇവിടെ എഴുതി അല്ലേ? ദാറ്റ് ഈസ് മൈനസ് നെക്സ്റ്റ് 24/s⁵. ഈ മൈനസ് എന്തായി? പ്ലസ് ആയി. ആൻസർ എന്താ വരിക? ദാറ്റ് ഈസ് 24. എന്താണ് 24? എന്താണ് 24? ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ അഥവാ 1 × 2 × 3 × 4 അല്ലേ? ദാറ്റ് ഈസ് 2 × 3 ദാറ്റ് ഈസ് 6 × 4 ദാറ്റ് ഈസ് 24. ദാറ്റ് ഈസ് 24 നമുക്ക് എന്ത് ചെയ്യാം? 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അപ്പൊ എന്താ കിട്ടിയുള്ളത്? 4 ഫാക്ടോറിയൽ s⁵. അതാണ് t⁻4. അങ്ങനെയാണെങ്കിൽ t⁻n എന്തായിരിക്കും? t⁻n എന്തായിരിക്കും? n ഫാക്ടോറിയൽ s⁻n+1 അല്ലേ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ വരാം. ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ടേം മാത്രമേ വരുള്ളൂ. ഈ ടേം എന്തായിരിക്കും? ദാറ്റ് ഈസ് -s
ടി ഡിവൈഡ് ബൈ എസ് പവർ എൻ പ്ലസ് 1 ഒരു നെഗറ്റീവ് കൂടി വരും. മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് ഇത് മാത്രമായിരിക്കും വരിക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് പോളിനോമിൽ ഏത് വന്നു കഴിഞ്ഞാൽ ഇനി പറയാൻ പറ്റും. എന്താണ് ടി റേസ് ടു 10ന്റെ ടി റേസ് ടു 10ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് പവർ 11 അല്ലേ. ടി റേസ് ടു 21 അതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ദാറ്റ് ഈസ് 21 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് പവർ 22 അല്ലേ. നെക്സ്റ്റ് ടി പവർ 3യുടെ അത് ഓൾറെഡി പറഞ്ഞു അല്ലേ. ടി പവർ 7 എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം? ടി പവർ 7 ആണെങ്കിൽ എന്ത് എഴുതും? 7 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് പവർ 7 പ്ലസ് 1 ദാറ്റ് ഈസ് എസ് പവർ 8 എന്ന് വരും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഏത് പോളിനോമിൽ വന്നു കഴിഞ്ഞാലും ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ? ആ എ എന്തും ആവാം അല്ലേ. എ എന്തും ആവാം. ഇ പവർ ടി ആവാം, ഇ പവർ 2t ആവാം അല്ലേ. ഇതെല്ലാം എന്താണ്? ഫംഗ്ഷൻ ഓഫ് ടി ആണ്. അപ്പൊ ജനറൽ ആയിട്ട് ഇ പവർ എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇ പവർ എ ടിയുടെ എന്താണ് ഡെഫിനിഷൻ വരിക? ദാറ്റ് ഈസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇന്റഗ്രൽ നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു എ ടി ആണെങ്കിൽ എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം? അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്താണ് ഡെഫിനിഷൻ? ദാറ്റ് ഈസ് ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി. ഓക്കെ, ലാപ്ലാസ് നമ്മൾ ലാപ്ലാസ് ഇങ്ങനെയാണ് സ്ക്രിപ്റ്റ് എൽ എന്നാണ് എഴുതുക. ഓക്കെ, അപ്പൊ ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി എന്താണ് ഡെഫിനിഷൻ? ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു എ ടി നെക്സ്റ്റ് ഇ പവർ മൈനസ് എസ് ടി ഡി ടി. എങ്ങനെ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? നമുക്ക് ഒറ്റ ഇ പവർ ആക്കി എഴുതാം അല്ലേ. ഇവിടെ 2 ഇ ഉണ്ട്. ഇ പവർ ഒറ്റ ഇ പവർ ആക്കി എഴുതാം. ദാറ്റ് ഈസ് എന്താണ്? എക്സ് പവർ എ ഇൻറ്റു എക്സ് പവർ ബി. ഇത് എക്സ് പവർ എ പ്ലസ് ബി ആണ് അല്ലേ. അതേപോലെ നമുക്ക് എന്ത് എഴുതാം? അല്ലെങ്കിൽ 2 പവർ 3 ഇൻറ്റു 2 പവർ 4 എന്താ? ദാറ്റ് ഈസ് 2 പവർ 7 ആണ് അല്ലേ. അതേപോലെ ഇവിടെ ഇ പവർ ആണ് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 0 ടു ഇൻഫിനിറ്റി ഇ പവർ എ ടി മൈനസ് എസ് ടി എന്ന് എഴുതാം അല്ലേ. രണ്ടും ആഡ് ചെയ്തു. ദാറ്റ് ഈസ് ഇവിടെ പ്ലസ് നെക്സ്റ്റ് മൈനസ് എസ് ടി ഡി ടി എന്ന് എഴുതി അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ പവർ എ നെക്സ്റ്റ് ഒരു മൈനസ് ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് ഓഫ് എ പ്ലസ് എസ് ഇൻറ്റു ടി ഡി ടി ആയി. സിമ്പിൾ അല്ലേ? ഇപ്പൊ സിമ്പിൾ ഫോമിലേക്ക് മാറി. വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. ഈ പവർ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞില്ലേ, ഇ പവർ മൈനസ് എസ് ടിയുടെ ഇന്റഗ്രൽ എന്താ? ഇതെന്താണ്? ദാറ്റ് ഈസ് ഇ പവർ മൈനസ് എസ് ടി എന്നിട്ട് ടിയുടെ കോഫിഷ്യന്റ് എന്താണോ അത് താഴെ എഴുതും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇ പവർ മൈനസ് എ പ്ലസ് എസ് സി ഇൻറ്റു ടി ആണ് അല്ലേ. എന്താ നമ്മൾ എഴുതാം? ഇ പവർ മൈനസ് എ പ്ലസ് എസ് സി ഇൻറ്റു ടി എന്നിട്ട് ടിയുടെ കോഫിഷ്യന്റ് താഴെ എഴുതും. എന്താണ് ടിയുടെ കോഫിഷ്യന്റ്? മൈനസ് എ പ്ലസ് എസ്. ഓക്കെ, എന്നിട്ട് ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും 0 ടു ഇൻഫിനിറ്റി. ക്ലിയർ ആണല്ലോ? ദെയർഫോർ എന്തിനാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുക? വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ടിക്ക് ലിമിറ്റ് കൊടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ടേമിനെ നമുക്ക് പുറത്ത് എഴുതാം. പ്രശ്നമുണ്ടോ? ഈ ടേമിനെ നമുക്ക് പുറത്തേക്ക് മാറ്റിയിട്ട് എഴുതാം. ദെയർഫോർ നമുക്ക് നമ്മുടെ ഇന്റഗ്രൽ എന്തായി? 1 ഡിവൈഡ് ബൈ മൈനസ് എ പ്ലസ് എസ് നെക്സ്റ്റ് ഇ പവർ അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ അതേ കേസിന് വീണ്ടും വരിക. തൊട്ട് മുന്നത്തെ കേസ് എന്തായിരുന്നു? തൊട്ട് മുന്നേ ദാറ്റ് ഈസ് ഇ പവർ മൈനസ് ഇൻഫിനിറ്റി. ഇവിടെ എന്ത് ചെയ്യും? ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് സം കോൺസ്റ്റന്റ് ഇൻറ്റു ഇൻഫിനിറ്റി അഥവാ ഇ പവർ മൈനസ് ഇൻഫിനിറ്റി. ഇത് എങ്ങോട്ടാ പോണത്? 0 ഒക്കെ പോവാം. ഇ പവർ മൈനസ് ഇൻഫിനിറ്റി എപ്പോഴും 0 ഒക്കെ പോവാം. ദെയർഫോർ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് 0 എന്ന് വരും. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴോ ദാറ്റ് ഈസ് 1 എന്ന് വരും അല്ലേ. സിമ്പിൾ ആണ് അല്ലേ. ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇ പവർ 0 എന്ന് വരും. അത് 1 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഇവിടെ 1 ഉം 1 എന്തായി? ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ നെക്സ്റ്റ് ഇവിടെ നെഗറ്റീവ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ചേഞ്ച് വരും അല്ലേ. ഞാൻ അത് കറക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ മൈനസ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നത്? ദാറ്റ് ഈസ് എ നെക്സ്റ്റ് മൈനസ് എസ് ഇൻറ്റു ടി ഇങ്ങനെ വരുന്നത്. ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് തിരിഞ്ഞു വരും അല്ലേ. ദാറ്റ് ഈസ് എങ്ങനെ വരും? ദാറ്റ് ഈസ് എസ് മൈനസ് എ എന്ന് വരും. അപ്പൊ ഇവിടെയും എന്ത് വരും? എസ് മൈനസ് എ എന്ന് വരും. ശരിയല്ലേ? അപ്പൊ ഇവിടെയും എന്ത് വരും? ദാറ്റ് ഈസ് എസ് മൈനസ് എ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് നെഗറ്റീവ് എസ് മൈനസ് എ എന്നാൽ therefore ഇവിടെ എന്തായി? ഈ നെഗറ്റീവും ഈ നെഗറ്റീവ് എന്ത് ചെയ്യും? ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് എന്ന് വരും. ഫൈനൽ ആൻസർ എന്ത് വരും? 1 ഡിവൈഡ് ബൈ എസ് മൈനസ് എ എന്ന് വരും. അപ്പൊ ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എസ് ഡിവൈഡ് ബൈ 1 ഡിവൈഡ് ബൈ എസ് മൈനസ് എ. അപ്പൊ ഇ റേസ് ടു ഇനി നമുക്ക് ജനറലൈസ് ചെയ്ത് പഠിക്കാം. ഓക്കെ,
ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ് 1/s മൈനസ് എ. അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു ടിയുടെ എന്തായിരിക്കും? ഇവിടെ എ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ടിയുടെ കോഫിഷ്യന്റാ അല്ലേ? അപ്പൊ ഇ റേസ് ടു ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? 1/s മൈനസ് 1. ഇ റേസ് ടു 2ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? 1/s മൈനസ് 2. നെക്സ്റ്റ് ഇ പവർ 3ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? 1/s മൈനസ് 3. ശരിയല്ലേ? എ എന്താണോ അത് മാത്രം നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ഇ റേസ് ടു 5t. ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? 1/s മൈനസ് 5. മനസ്സിലായോ? ഇ റേസ് ടു എ ടിയുടെ നമുക്ക് അറിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് പറയാൻ പറ്റും. എ എന്താണോ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s മൈനസ് എ എന്നാണ്. അപ്പൊ ഇ റേസ് ടു 7t എന്തായിരിക്കും? 1/s മൈനസ് 7. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇ പവർ മൈനസ് എസിന്റെ എന്തായിരിക്കും? ഇ പവർ മൈനസ് എ ടിയുടെ എന്തായിരിക്കും? ഇ പവർ മൈനസ് എ ടിയുടെ എന്താ വരിക? എന്താണ് ഇ റേസ് ടു എ ടിയുടെ എന്താണ്? ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ്? 1/s മൈനസ് എ ആണ്. ആ എയുടെ സ്ഥാനത്ത് മൈനസും കൂടി വന്നു കഴിഞ്ഞാൽ മൈനസ് എ ആണെങ്കിൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് 1/s മൈനസ് എ. ദാറ്റ് ഈസ് 1/s പ്ലസ് എ എന്നായിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഈ പവർ മൈനസ് 1t അല്ലെങ്കിൽ ഇ പവർ മൈനസ് ടി ഇതിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? 1/s പ്ലസ് 1. ശരി. ഇ പവർ ടിയുടെ എന്താണ്? 1/s മൈനസ് 1 ആണ്. അപ്പൊ ഈ പവർ മൈനസ് ടി എന്തായിരിക്കും? വീണ്ടും ഒരു നെഗറ്റീവ് വരും അല്ലേ? അപ്പൊ 1/s പ്ലസ് 1. ക്ലിയർ ആണോ? 100% ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇതുവരെ പഠിച്ചിട്ടുള്ള ഒന്ന് റിവൈസ് ചെയ്യാം നമുക്ക്. എന്താണ് 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം? 1ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ലാപ്ലാസ് ഓഫ് 1 എന്താണ് നമുക്ക് കിട്ടിയുള്ളത്? 1/s ആണ് അല്ലേ? എന്നാൽ ലാപ്ലാസ് ഓഫ് ടിയുടെ 1/s സ്ക്വയർ ആയിരുന്നു. ലാപ്ലാസ് ഓഫ് ടി സ്ക്വയർ എന്തായിരുന്നു? ദാറ്റ് ഈസ് 2/s ക്യൂബ് ആയിരുന്നു. ഇൻ ജനറൽ ലാപ്ലാസ് ഓഫ് ടി റേസ് ടു n എന്തായിരുന്നു? n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ s പവർ n പ്ലസ് 1. ക്ലിയർ ആണോ? ലാപ്ലാസ് ഓഫ് ടി റേസ് ടു 7 എന്തായിരിക്കും? 7 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ നെക്സ്റ്റ് s പവർ 8. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് പിന്നീട് നമ്മൾ പഠിച്ച ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു എ ടി? ഇ റേസ് ടു എ ടി ആണെങ്കിൽ 1/s മൈനസ് എ അല്ലേ? ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി ആണെങ്കിലോ 1/s പ്ലസ് എ. ക്ലിയർ ആണല്ലോ? എന്താണ് ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു മൈനസ് 3t? ഈ പവർ ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു മൈനസ് എ ടി ആണെങ്കിൽ s പ്ലസ് എ ആണ്. അപ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് s 1/s പ്ലസ് 3. എന്താണ് ലാപ്ലാസ് ഓഫ് ഇ പവർ മൈനസ് 7t? ദാറ്റ് ഈസ് 1/s പ്ലസ് 7. എന്താണ് ലാപ്ലാസ് ഓഫ് ഇ റേസ് ടു 9t? ദാറ്റ് ഈസ് 1/s മൈനസ് 9. ഓക്കെ, s മൈനസ് 9. കാരണം ഇ റേസ് ടു എ ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്തായിരുന്നു? s മൈനസ് എ ആയിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ആൾറെഡി അറിയാം. എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്, എങ്ങനെ കിട്ടിയത് നമുക്കറിയാം അല്ലേ? ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് അറിയേണ്ടത് സൈൻ എ ടി കോസ് എ ടി അല്ലേ? അല്ലെങ്കിൽ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ഇത്രയും അറിഞ്ഞിരുന്നതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരുവിധം എല്ലാ ഫംഗ്ഷൻസിന്റെയും നമുക്ക് ഈ ഒരു മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന ടോപ്പിക്കിന്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസിന്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, വാട്സപ്പ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.